पंजाबी लेके बोल। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। मैं महादेव। तो दोस्तों, आज हम देखने वाले हैं पंजाबी हाउस फिल्म को, जो कि 1998 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं दिलीप, हरीश्री अशोकन, मोहिनी, जोमोल, लाल, कोचिन, हनीफा, थिलकन, जनार्दनन एंड NF वर्गीस। और दोस्तों, इस फिल्म को डायरेक्ट किया है रफ़ी मैकार्टिन ने, और उन्होंने इस फिल्म को लिखा भी है। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच पंजाबी हाउस। लेट्स वॉच पंजाबी हाउस। ആഹാ, എത്ര സുന്ദരമായ റബ്ബർ തോട്ടം. ഔട്ട്സ്കേർട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീമ. അതെ, പണം പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല് തെറിപ്പിക്കാൻ പറയൂ, ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കും. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ചു. നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. പറഞ്ഞേ ശരി, 5-5 ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കോളൂ. पता नहीं ना, उसको बोलते तुम आ जाना 6 बजे. എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് വരണം. सर लोगों से ले 5 മണിന്ന് പറഞ്ഞാൽ रुपए വിലാതിപ്പെടേണ്ട, അവിടെ നിൽക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. ആ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് सबको नाम लेके पुकार. 13,900 പലിശ അടക്കോട്ടോ. അതൊക്കെ അവിടെ ആദ്യം എന്റെ കാശത്ത് എന്റെ കണക്കുൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല. വിഷോ? അതെ ചേട്ടാ, വിഷം. പൊട്ടാസ്യം സൈനൈഡ് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷം എനിക്ക് ആരോടും ദേഷ്യമില്ലാട്ടോ. വന്നിട്ട് കുറെ നേരമായോ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാനൊരു പടക്ക കമ്പനി തുടങ്ങി. അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്കിലും ഉണ്ടല്ലോ, അത് വിറ്റിട്ട് എന്റെ കാശ്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. अच्छा, ये चुप चुप के इस फिल्म का रीमेक तो नहीं है? സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ये चीजें तो बोलता सारी कि मेरा इंश्योरेंस है. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കാൻ കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു ये इसके पापा मम्मी. पर इसमें डायरेक्टली उन्होंने ये चीज दिखा दी नहीं. उसमें तो पहले उसकी लव स्टोरी दिखाते हैं थोड़ा शायद कबूल की. शायद इसमें वाला कैरेक्टर नहीं है, वो लड़की वाला ना. हो सकता है, जो एक लड़की उसकी ना थी, उसकी गर्लफ्रेंड आती है. हो सकता है. ഇപ്പൊ ഒരു മാർക്കിടുക. सारे वैसे सीन है. എന്താടോ പഠിച്ച കൊരങ്ങോ മറ്റോ ആണ് വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ? അയ്യോ, അച്ഛൻ ഇയാൾ അറിയില്ലേ? നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ. അവധി പറഞ്ഞു ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കണു. അച്ഛൻ ഇപ്പൊ അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ സഹായിക്കണം.
അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും. उसमें भी सारी चीज ऐसी थी नहीं. ഞാനൊരു കോഴി ഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോ എന്നെ वो सोच സഹായിക്കേണ്ടി उसके വരും. पापा प्रोफाइल है उसमें वैसे नहीं बोलते, शायरी बोलते हैं. എന്റെ മോൻ പോയി തൂ. उससे ला गया. നിനക്ക് താഴെ 2 പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കരപറ്റി കാണാൻ. നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവുമെന്ന്, അത് തന്നെയാ ശരി. അതിന് 100-ൽ 100 മാർക്ക്. उसका पापा रो रहा क्यों कहा उसने ऐसा? अच्छा है वो कैरेक्टर तो. हाँ ये वो लड़की से ഒറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ. ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ? അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയ നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ. കുറെ കാലം കഴിഞ്ഞ് നീ തണ്ടണ്ട. പിടിച്ചോ. वही वाला सीन. पार्टी के साथ शामिल हो जाता है. ये तो वही लड़की है ना जो कल वाली फिल्म में थी. ജാഥയില് കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല. രാവിലെ BJP-ക്കാരുടെ ജാഥയിൽ കയറി വന്ന അവരെ പോസ്റ്റ് ഓഫീസിനോട് എത്തിപ്പോ കിഴക്കോട്ട് വാ. എന്താ അങ്ങോട്ട് പോണേ? വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട. എനിക്ക് ഉള്ള കുട്ടിയാ നീ. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കീറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം. ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി. बहुत सारी मूवीज में सुन लिया हमने. इल्ले वो तो चाहती है शादी करे लेकिन वो मना कर रहा है. इसलिए मना कर रहे हैं कि ഈ ജാഥ കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറെ ജാഥയില്ല. इसको भी ഇതിൽ कर्जा बहुत सारा है. अब इसके साथ शामिल हो गए ना दूसरी पार्टी वाली. वो हैरान हो गए देख के. अभी हमारी पार्टी में तभी किसी और पार्टी में चला गया. ഒരാഴ്ചത്തേക്കുള്ള റേഷനെങ്കിലും നീ ഈ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ടോടാ? ഈ ചോദ്യം ഇനി ചോദിക്കരുത്. ദേ ഒരാഴ്ച अब लेके आया होगा ना. पर രണ്ടു വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു. Just for a change. പൈസക്ക് അമ്മ ഇതൊക്കെ വേഗം ഊണുണ്ടാക്കി ഞാൻ പൊളിച്ചിട്ട് मछली ऐसे बोलता हूँ कि मैंने उठाया बस. നിനക്ക് എന്താ പറ്റിയത് ഉണ്ണിയെ? അമ്മ കഴിക്കേ. അമ്മേ. ശരിയായോ? ഇല്ലമ്മേ, അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊന്നും വേണ്ട ഉണ്ണിയെ. നിന്നെ ഈ ഒക്കെ കഴിയുമ്പോ അറിഞ്ഞാ മതി. അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാഷ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ബോട്ടുകാരൊക്കെ തിരച്ചിൽ നിർത്തി. പതിവില്ലാതെ നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു. बॉडी नहीं मिली अभी तक. वही वाला सीन आएगा. उसमें अमरीश पुरी ने किया था. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു उसमें കെട്ടിട്ടുണ്ട്. वो रहता है, क्या रहता है वो, बंगाली रहता है कि गुजराती रहता है? गुजराती रहता है. हाँ गुजराती रहता है. എടാ, നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ബൈ. എടാ അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആചാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും उसमें सेम यही चीज तो बोलता है वो भी. अमरीश पुरी नहीं बोलता. ये छुपा हुआ है. തന്നില്ല. ആ മരം കൂടുതലെ കണ്ടാ उसने ले रखा ഞാൻ है ചുട്ടു सभी लोगों കളയും. ने. ओ अब आ गया उसका दोस्त. ഓ, പേടിക്കല്ലേ? नीचे झुका हुआ. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കും. वो सदन नमाज पढ़ रहा है. अब उठ गया. എന്റെ പോട്ട്
उठ गया कड़ा देख ले നീ ഒളി എന്താ കാശാത്തിക്കണ്? ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ഞാൻ തരാന്ന് പറഞ്ഞ എപ്പോ തരുന്നു? ഞാൻ തരാന്ന് എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ. ആരും എന്റെ ബോട്ടിൽ കയറി പാടുന്നത്. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ ready. इसकी बोट है किसी को ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, ഇതെന്താണ് മത്സ്യം? इसके रोल में राजपाल यादव के रोल में यहाँ आ गए हैं ആര് വന്ന് ഡെഡ്ബോഡിയാണെന്ന് ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. जिंदा है ഞാനിപ്പോ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നന്നായി. മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഇവിടെ ആശുപത്രി കൊണ്ടുപോകണം മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. ले जाएंगे हॉस्पिटल ले गए हॉस्पिटल वही वाला सीन മുതലാളി ഒന്ന് എണീച്ചേ. वही सीन ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി. അര സ്പൂൺ വെച്ച്. ഹോസ്പിറ്റലിൽ ഇരുന്ന് ഹോസ്പിറ്റൽ वही वाला सीन आ गया पीछे से वही नहीं दांत दिखाएगा डॉक्टर उसका अब बोले कि यहाँ बैठ जाओ है ഈ इसमें नहीं हुआ പണ്ടാരത്തിനെ सीन കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താ വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, ये समझेगा കല്ലാസ്. इतने लोगों से इतने रुपए लेने हैं दोबारा सो गया ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തി ഉസ്സേ 5 ലക്ഷം രൂപ വാങ്ങി ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരാ? അവര് എടാ, ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ പോട്ടെ കളഞ്ഞ. देख लो ना फंसा गया നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാട് कैसे बन रहा है उसके साथ ഞങ്ങള് പറയണത് മോൻ കേക്കണുണ്ട? ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ 2 लाख पीछे है फिर से सो गया ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. खाना खा रहे हैं കൂടി എവിടെയാണ്? കാശപ്പ തരും. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് अब वही समझ गई वो है ना കണ്ട, ഇവൻ ബദിരന് മൂങ്ങനുമാണ്. उसमें जो जो बोलता नहीं होता जो जो आईडी मिल गया उसे अब സത്യം പറഞ്ഞു നിന്റെ വീട് എവിടെയാണ്? എന്ത് ഇവിടെ രമണ? ആംഗ്യ ഭാഷ ചോദിക്കുമ്പോ എവിടെയാണ് നിന്റെ? ആ. उसमें वैसे ही ऐसे ही बोलता है ना शायद उसमें भी पर उसमें ये बोलता होगा कि पेट भर गया നിന്റെ എവിടെയാണ്? ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും तब साइन लैंग्वेज बता रहा ആംഗ്യഭാഷയിൽ. अब जब भी नाम पूछेगा ना उससे एक एक करके ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ആ, ഇതോ കാല് കാല് കാല്. ചോദിക്കട്ടില്ല, വിട്ടൂടി. ഡാൻസ് അല്ലടാ, കോഴി കോഴി. കൊച്ചുവാദം വരുമ്പോ കോടുമില്ല ഇങ്ങനെ. കോട് കോഴിക്കോട് കോഴിക്കോട്. ऑमलेट की बात कर रहा है शायद
पुलिस നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട. അവൻ എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട. पुलिस वाले चालाक होते हैं. പട കടവും കടപ്പടി കൂട്ടത്തിലൊരു ഉരുപ്പടി. പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ജുബേ 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 ഒരെണ്ണം തന്ന यहाँ वाला डायलॉग. सेम वही चीजें डाली हुई ना, बहुत सारी चीजें ले रहे हैं इससे. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി डायलॉग നീ वो सब പിടിച്ച് भी लिए हुए തള്ളയല്ലേ? हैं. हाँ. हाँ, वही वाला चाय वाला सीन. കൂടുതലൊന്നും വലിച്ച് കേറ്റായിരുന്നാ മതി. ആശാനെ 3 ചായ, 1 പാല്, കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടെ വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാശാനെ. बोला पानी दे. सारे डायलॉग എന്താ सेम ഇത് है മധുരമില്ലേ? ना. ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ മതിരോ. बिस्किट दे रहे हैं इसमें. അവനെ കാണാനില്ല. അവനെ കാണാനില്ല. अब ढूंढने जाएंगे उसे. वो फोन करने जाता है. ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ട് എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ട് आगे वो. ദേ മുതലാളി ജപൻ. ഏയ് പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടന ആരെ? ഇയാളെ ഇയാളെ വേണ്ടടാ, വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ ഈ പണ്ടാരക്കാലം സ്വത്ത കാശ് പോക്കാണല്ലോ. वो फिर भाग फिर से गया. भाग गया. തലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളി തലയിലാവുന്നു. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കേട്ടയക്കണം. अब लेके जाएगा उसकी फोटो. കിട്ടില്ല. പുറം കടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ, എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകിടയിൽ ഞാനൊരു പെട്ടിക്കട നോക്കണ. ഭക്ഷണം പോലും കഴിക്കാതെ. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ബോട്ടി കേട്ടു. മുതലാളിക്കും കേറാം. മലയാളത്തിൽ പറ. കൊല്ലും ഞാൻ പന്നി. വലതുകാല് വെച്ച് കേരള തെണ്ടി എലിക്കല്ലേ. വലത് കാലത്ത് इसके पैर रखे. ओ जाने लगे बोट. लेके फोटो. ओ जाने लगे बोट. വെള്ളത്തിൽ ചാടാ.